ജീവിതത്തിൽ ഒരു സമയം വരും, നമ്മൾ ഒരുപാട് പരിശ്രമിച്ചിട്ടും ഫലം കാണാതെ പോകുന്ന സമയം. എല്ലാവരും മുന്നോട്ട് പോകുന്ന പോലെ തോന്നും, പക്ഷേ നമ്മൾ മാത്രം ഒരു സ്ഥലത്ത് നിൽക്കുന്ന പോലെ അനുഭവപ്പെടും. അപ്പോൾ മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്താണ് കിട്ടിയത്? നിങ്ങൾക്കും ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പരിശ്രമം ഒരിക്കലും വെറുതെ ആകില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മളൊരു വിത്ത് മണ്ണിൽ നട്ട് കഴിഞ്ഞാല് അത് അടുത്ത ദിവസം മരമാകില്ല. ആഴ്ചകൾ കഴിഞ്ഞാലും ഒന്നും കാണാൻ കഴിയില്ല. പക്ഷെ അതിനർത്ഥം വിത്ത് വളർന്നില്ല എന്നുള്ളതല്ല, അത് മണ്ണിനടിയിൽ വേരുകൾ വളർത്തുകയാണ്. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലം എപ്പോഴും കാണുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ വളർന്നില്ല എന്നതിന്റെ അർത്ഥമല്ല, നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന അർത്ഥം ആണത്. മനസ്സിലാക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. നമ്മളിന്ന് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന കാര്യമാണ് കമ്പാരിസൺ. അവൻ വളർന്നു, ഞാൻ വളർന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് തോന്നുകയാണ്, ഞാൻ എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്, അവൻ എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്, അവനെ പോലെ ഞാനും ചെയ്യുന്നു, പക്ഷെ ഞാൻ വളർന്നില്ല എന്നത്. അങ്ങനെ കമ്പാരിസൺ ഒരിക്കലും പാടില്ല, നിർത്തലാക്കുക അത്തരം കാര്യങ്ങൾ. അത് നമ്മളെ ഒരിക്കലും വളർത്തില്ല, തളർത്തുക മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കി കളയുക എന്നുള്ളതാണ്. ഓക്കെ, ആകെ കാണുന്ന ആകെ വിജയിച്ച ആൾക്കാർ മാത്രമാണ്. വിജയിച്ച ആൾക്കാർ കഷ്ടപ്പാടോ വിജയിച്ച ആൾക്കാരുടെ ആ ഒരു സ്ട്രഗിൾ ഒന്നും അവർക്ക് അറിയുന്ന, ജയിച്ചോ അവരെ പണം ഉണ്ടോ അവരെ മാത്രം മതി, അങ്ങനെ ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ കുറ്റം കാണാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ കമ്പാരിസൺ തുടങ്ങാൻ പോകുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ യാത്ര നശിപ്പിക്കുന്ന, നമ്മൾ സമയം വരെ എത്താനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കാത്ത, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാത്ത ഒരു കാര്യമാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഒരിക്കലും കമ്പാരിസൺ നടത്താൻ പാടില്ല. കാരണം അവരും നിങ്ങളും വ്യത്യസ്തരാണ്. രണ്ടുപേരും മനുഷ്യന്മാരാണ്. രണ്ടുപേരുടെ ക്യാരക്ടറും രണ്ടുപേരുടെ എല്ലാം ഡിഫറൻസ് ആണ്. ഓക്കെ, ഒരു മനുഷ്യനാണ് മാത്രമേ ഒരു ഇതുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഒരുപോലെ ആവുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് പലരും വിജയത്തിന് മുമ്പ് പലരും പിന്മാറുന്നത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു കാര്യം ശ്രമിച്ചു, പക്ഷെ ഒരുപാട് തവണ വീണ്ടും വീണ്ടും ശ്രമിച്ചു, പക്ഷേ തോറ്റു പോകുന്നു. ഇപ്പൊ ശ്രദ്ധിക്കുകയാണ്, തോറ്റു പോകുന്നുണ്ടല്ലോ, ഇപ്പൊ എന്തിനാ ചെയ്യുന്ന ചിന്ത വരികയാണ്. അപ്പൊ അങ്ങനെ ചിന്ത വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നിരാശനാവുകയും ആ സംഭവം നിർത്തലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വിജയത്തിന് മുമ്പ് പലരും പിന്മാറുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, പക്ഷെ ആ ചുവട് തന്നെയാണ് നമ്മൾ ജീവിതം മാറ്റാൻ പോകും, നമ്മൾ അറിയുന്നില്ല. അതിന് മുമ്പ് നമ്മൾ പിന്മാറാണ്. ഒരിക്കലും പിന്മാറാൻ പാടില്ല. നമുക്ക് മടുപ്പ് തോന്നാം, നമുക്ക് ഒരിക്കലും ജയിക്കാത്ത വിധത്തിലുള്ള പരിശ്രമങ്ങൾ വരാം, പക്ഷെ ജയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള വാശി ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരിക്കലും നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ചെറിയ പുരോഗതിയും ഒരു പുരോഗതിയാണ്. അതായത് ഞാനിപ്പോ ഇന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്, എനിക്ക് 20 വ്യൂസ് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 50 വ്യൂസ് കിട്ടുള്ളൂ എന്ന് വിചാരിക്കാം, അതിന്റെ ഒരു പുരോഗതിയാണ്. നാളെ ഞാനത് 100 ആകാൻ ശ്രമിക്കും, 150 ആകാൻ ശ്രമിക്കും, അതൊക്കെ എന്റെ പുരോഗതിയാണ്. ഓക്കെ, വ്യൂസ് കുറഞ്ഞാൽ ഞാൻ വീണ്ടും ട്രൈ ചെയ്യാണ്, പഠിക്കുകയാണ്, ലേൺ ചെയ്യുകയാണ്, അടുത്ത എങ്ങനെ ചെയ്യാം. അതുപോലെ നമ്മൾ ഒരു വ്യൂസ് കിട്ടിയത് നമ്മുടെ പുരോഗതി തന്നെയാണ്. ഓക്കെ, ഒരാളും ഒരു യൂട്യൂബിലോ ഒരു കാര്യത്തിലോ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് വിജയിക്കുന്നില്ല. നന്നായി കഷ്ടപ്പെട്ട മാത്രം വിജയിക്കുന്നുള്ളൂ. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട്, ലോങ് ടൈം ആയിട്ട് പോകുമ്പോൾ വിജയിക്കുന്നുള്ളൂ. അതായത് ഒരാളും സാധാരണ ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും മിറാക്കിൾ സംഭവിക്കില്ല അത്ര പെട്ടെന്നൊന്നും. ഒരു രാത്രി കൊണ്ട് ആരുടെ ജീവിതം മാറില്ല, ഒരു രാത്രി കൊണ്ട് ആരും പണക്കാരാവുന്നില്ല. കഷ്ടപ്പാട് തന്നെ ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പൊ ചെറിയൊരു പുരോഗതിയും വലിയ പുരോഗതികൾക്ക് മാറ്റം തന്നെയാണ്. ചെറിയ പുരോഗതി നമ്മൾ ആഘോഷിക്കുക, അതിൽ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മള് നോക്കാണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് 5 വർഷം ശേഷം നമ്മൾ വലിയൊരു പൊസിഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന തോൽവികൾ നമ്മൾ ഒരിക്കലും ഭയപ്പെടാതിരിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യം ഉപേക്ഷിച്ച് പോവാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇന്ന് പിടിച്ചു വന്നു കഴിഞ്ഞാല് ഉറപ്പായിട്ട് നാളെ വിജയിക്കാൻ പറ്റും. നമുക്ക് മുന്നിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്നാമത്തത് നമ്മൾ ഇന്ന് തന്നെ ഉപേക്ഷിച്ച കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യം ഉപേക്ഷിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പിടിച്ചു നിൽക്കുക, അതായത് അറ്റം വരെ പോകുമെന്ന് നോക്കുന്നത് വരെ, അതായത് അത് എത്തുന്നത് വരെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരം ഉണ്ടാവുന്നില്ല. ഈ 2 ചോയ്സിൽ ഏതും ചൂസ് ചെയ്യാം, പക്ഷെ നഷ്ടം ചിലപ്പോൾ വരാം. കാരണം നമ്മൾ ചൂസ് ചെയ്യുന്നത് അത്തരം
സംഭവങ്ങളാണെങ്കിൽ അതോടെ തീർച്ചയായിട്ടും ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പരിശ്രമിച്ച് മടുത്തു എന്ന് തോന്നുമ്പോൾ വിശ്രമിക്കാം, പക്ഷെ ഉപേക്ഷിക്കരുത്. വേഗം കുറയ്ക്കാം, പക്ഷെ യാത്ര അവസാനിപ്പിക്കരുത്. കാരണം ഇന്ന് നിങ്ങൾ കാണാത്ത ഫലങ്ങൾ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിയേക്കാം. അതുകൊണ്ട് തല ഉയർത്തി നിൽക്കൂ. ഒരു ദിവസം ഇന്നത്തെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തന്നെയാകും നിങ്ങളുടെ വിജയിക്കഥ. മടുത്തു എന്ന് തോന്നുന്ന സമയത്താണ് പലപ്പോഴും വിജയത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഓക്കെ, ഒറ്റപ്പെടുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വിജയം അടുത്തടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഒന്നിനെയും ബൈക്കാതെ മുന്നോട്ട് പോവുക എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.